ഒരുപാട് സ്നേഹത്തോടെ കാണുന്ന ഒരു മുഖമാണ് ചാക്കോച്ച. ആ 1997 ഇപ്പോൾ 2026 ഓൾമോസ്റ്റ് 29 ഇയേഴ്സ് അല്ലേ, 30 വർഷമായിട്ട് ഇങ്ങനെ അതേ ചാമ്പോട് കൂടി അതേ സ്റ്റൈലോട് കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ പിറകിലുള്ള സീക്രട്ട് എന്താണ് ചാക്കോച്ച? അതിൻ്റെ പിറകിലുള്ള ഉന്മാദം എന്താണ്? വാട്ട് ഈസ് മേക്കിംഗ് യു ദിസ് വൈബ്രന്റ് ആൻഡ് ദിസ് എനർജറ്റിക് എവറി ടൈം? അല്ല, ഇതിൽ എനിക്ക് വാക്കുകളില്ല. കാരണം ഞാൻ എന്നെ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച പ്രേക്ഷകരോട്, സിനിമാ പ്രവർത്തകരോട്, സിനിമാ ലോകത്തിനോടുള്ള നന്ദിയാണ്. അപ്പോൾ ആ നന്ദി, ആ സ്നേഹം തിരിച്ചു നൽകുക എന്നുള്ളത് നല്ല സിനിമകളിലൂടെയും നല്ല കഥാപാത്രങ്ങളിലൂടെയുമാണ്. അതിൻ്റെ ഒരു യാത്രയുടെ ഭാഗമായിട്ടായിരിക്കും ഉന്മാദവും അതിലെ ശൈലിയും എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തോ ആരാ വിളിക്കുന്നേ? ആരാ? ഇയാളാണോ? വാ, വരുന്നോ? ആ ചോട്ടം ഇങ്ങോട്ട് കിട്ടോ. കുറെ നേരമായിട്ട് ചാക്കോച്ച എന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരു കൊച്ചുമെടുക്കനാണ് ഇതാ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. പേരെന്താ? ലയാൻ. അടിപൊളി. ദാ ഇങ്ങനത്തെ ചോട്ടകൾ ഇപ്പോഴും ഉള്ളതാണ് എന്നെ ഇങ്ങനെ നിർത്തുന്നത് നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദി. ചോട്ടാസും ബഡാസും ബഡാസും എല്ലാം കൂടെ ചേർന്ന് ഇപ്പോഴും ഈ ചാക്കോച്ചനെ നിങ്ങളുടെ സ്വന്തം ചാക്കോച്ചനായിട്ട് നിലനിർത്തുന്നതിൽ ഒരുപാട് സന്തോഷം. അത് ഈ ചോട്ടായ്ക്ക് ഒരു സിംബോളിക്കായിട്ട് ഒരു ഉമ്മ കൊടുത്ത് ഇനി തിരിച്ചൊരു ഉമ്മ വരുമോ? ലേഡീസിനെ കൊടുക്കുള്ളൂ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ലയയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരാരാണ്? ഓക്കെ, സനീഫയ്ക്കാണോ? അത് അവൻ്റെ അച്ഛനും അമ്മയോടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്നേഹവും എല്ലാം തന്നെയാണ് എന്നെ നിലനിർത്തുന്ന ഒരു അഭിനേതാവ് എന്നുള്ള നിലയിൽ എൻ്റെ കഴിവുകളുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ തന്നതിന്, ഇപ്പോഴും തരുന്നതിന്, നൽകുന്നതിന് നിങ്ങളോടെല്ലാവരോടും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച് ആൻഡ് ലവ് ടു ഓൾ ഓഫ് യു ഗൈസ്. താങ്ക് യു. ചാക്കോച്ച, ഒരു കാര്യം കൂടെ ഒബ്വിയസ്ലി ചാക്കോച്ചൻ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് ചോദിക്കാനുള്ളത് ഡാൻസ് കളിക്കോ എന്നുള്ളത് തന്നെയായിരിക്കും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ ട്രെയിലർ സെലിബ്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആയതുകൊണ്ട് ട്രെയിലർ ലോഞ്ച് ചെയ്തതിന് ശേഷം ചാക്കോച്ചൻ്റെ ഡാൻസ് ആവാല്ലേ നമുക്ക്? എൻ്റെ അടുത്ത് ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ പ്രൊഡക്ഷൻ കമ്പനി ബോംബെ എന്നുള്ള ആൾക്കാരാണ്. സോ അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഡാൻസ് ചെയ്ത് പരിപാടി കുളമാക്കരുത്. സോ താങ്ക് യു പനോരമ സ്റ്റുഡിയോസ് ഫോർ മേക്കിംഗ് ദാറ്റ് ഓഫർ ടു മീ. സോ അവർക്ക് വേണ്ടി എന്തായാലും നൃത്തം ചെയ്യുന്നില്ല. നമ്മുടെ ഓഡിയോ ലോഞ്ച് വരുമ്പോൾ ആ സമയത്ത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ എപ്പോൾ അമിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ മതി അല്ലേ? എന്തായാലും ട്രെയിലർ പരിപാടി എന്തിനാണോ നമ്മളിവിടെ വന്നത് ആ പരിപാടി ആദ്യം നടക്കട്ടെ. അത് നടന്നതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ലെറ്റ് us see നമുക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് കണ്ടറിയാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.